ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വോയിസ്. ഇന്ന് നമുക്ക് 2024 റിലീസായിട്ടുള്ള സംജാത് ആദ്യമായി സംവിധാനം ചെയ്ത ഗോളം എന്ന മൂവിയുടെ കഥ കേട്ട് നോക്കാം. സാധാരണ നമ്മളൊക്കെ ജോലി ചെയ്യുന്ന പോലെയുള്ള ഒരു ഓഫീസിൽ നടന്ന വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഈ സിനിമയുടെ ഉള്ളടക്കം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഥയിലേക്ക് പോവാം. കഥയുടെ തുടക്കം തന്നെ വീടെക് എന്ന കമ്പനിയിലെ എംപ്ലോയീസിനെ കാണിച്ചുകൊണ്ടാണ്. ഏകദേശം 15 എംപ്ലോയീസ് ആണ് അവിടെയുള്ളത്. ഇവർ തന്നെയാണ് ഈ കഥയിലെ മെയിൻ കഥാപാത്രങ്ങളും. അവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. അവരെല്ലാവരും തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഓഫീസിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. കറക്റ്റ് ടൈം തന്നെ ഓഫീസിലേക്ക് എത്തുന്നു. ഓഫീസിലെത്തിയ ഉടനെ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. ആ കമ്പനിയിലെ സീനിയർ എംപ്ലോയി ആയ മീര അരവിന്ദൻ എന്നൊരാൾക്ക് വേണ്ടി കമ്പനിയിലെ വേറെ സീനിയർ എംപ്ലോയി ആയ രാജീവുമായിട്ട് രാവിലെ തന്നെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണ് സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വന്നിട്ട് പുതിയ പൈപ്പ് എന്തോ വാങ്ങിയതിൻ്റെ ബില്ല് മീരക്ക് കൊടുക്കുന്നത്. ശേഷം അരവിന്ദ് ഓഫീസിലേക്ക് വരുന്നു. രാജീവിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. രാജീവ് ആണെങ്കിൽ അവിടുത്തെ മെയിൻ ആളാണ്, ബോസിൻ്റെ വലങ്കൈ ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റാഫിനോടൊന്നും രാജീവിന് അത്ര താല്പര്യമില്ലായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള ഡോണ എന്ന സ്റ്റാഫിനാണെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്ന സമയത്താണ് CCTVയിൽ മീര MD വരുന്നതായി കാണുന്നത്. എല്ലാവർക്കും സിഗ്നൽ കൊടുക്കുന്നു. അവരൊക്കെ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി അവരുടെ സീറ്റിലിരുന്ന് ജോലി ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇതാണ് കമ്പനിയുടെ MD, ഐസക് ജോൺ എന്നാണ് ആളുടെ പേര്. ജോൺ ആണെങ്കിൽ ഇപ്പോൾ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് സ്റ്റാഫിനെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് വിഭീഷ് എന്നൊരു എംപ്ലോയി മാത്രം സമയത്തിന് എത്താത്തതുകൊണ്ട് പെട്ടെന്ന് മീരയെ വിളിപ്പിച്ചിട്ട് അവളോടാണ് ചൂടാവുന്നത്. ലേറ്റായി ഇറങ്ങുന്നത് രാവിലെ ലേറ്റായി വരാനുള്ള ഒരു കാരണമായി കാണരുത്, അവനോട് നാളെ തൊട്ട് രാവിലെ തന്നെ വരണമെന്ന് പറയുന്നു. ഇതേ സമയം ആളൊരു നല്ല MDയെ പോലെ മീരയുടെ ഹെൽത്ത് ഇപ്പോൾ എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശേഷം കോഫി കുടിക്കാനായിട്ട് മെഷീൻ്റെ അടുത്ത് പോയപ്പോൾ കോഫി പൗഡർ തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിക്കാരിയായ സിന്ധു ചേച്ചി അന്വേഷിക്കുന്നുണ്ട്. ഇതേ സമയം ബിബീഷ് ആണെങ്കിൽ ഓഫീസിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒരു ഫോൺ കോൾ വന്നിട്ട് പെട്ടെന്ന് ഓഫീസിൻ്റെ ഒരു സൈഡിലേക്ക് പോയി കോളിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയത്താണ് രാജീവ് അരവിന്ദിനെ വിളിച്ചിട്ട് മീറ്റിങ്ങിന് കയറാൻ വേണ്ടി പോകുന്നത്. എന്നാൽ മീര ഫയാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഫുഡ് കാർഡ് ഡെലിവറി ആപ്പിൻ്റെ കാര്യം കൂടി സെറ്റാക്കണം, അതുകൊണ്ട് നീ കൂടി മീറ്റിങ്ങിന് കയറണമെന്ന്. അങ്ങനെ അവർ 3 പേരും മീറ്റിങ്ങിനായിട്ട് പോകുന്നു. അങ്ങനെ ബാക്കി സ്റ്റാഫൊക്കെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സെബാസ്റ്റ്യനും ആൽബർട്ടും നീനയും കൂടി പുറത്തേക്ക് ചായ കുടിക്കാനായി പോകുന്നത്. ഇതേ സമയം സിന്ധു ചേച്ചി ആണെങ്കിൽ MDയുടെ ക്യാബിനിലേക്ക് പോയിട്ട് കോഫി മെഷീനിൽ കോഫി പൗഡർ ഇട്ട് പുറത്തേക്ക് വന്ന് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോഴാണ് ജോൺ സാറിൻ്റെ ബ്ലേസസിൽ കോഫി മറിഞ്ഞിട്ട് ആളത് കഴുകാനായിട്ട് വാഷ്റൂമിലേക്ക് പോകുന്നത് കാണുന്നത്. ഇതേ സമയത്ത് 2 ലേഡി സ്റ്റാഫ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വെള്ളം കുടിക്കാനായിട്ട് പോകുന്നുണ്ട്. പുറത്തേക്ക് പോയ സ്റ്റാഫ് ആണെങ്കിൽ തിരിച്ചകത്തേക്ക് വരുന്നുണ്ട്. മീര ആണെങ്കിൽ ഇതേ സമയത്ത് ഫോണിൽ കുറേ ബേബീസിൻ്റെയൊക്കെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി ആണെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണ് രാജീവിനൊരു ഫോൺ കോൾ വന്നിട്ട് ആൾ പുറത്തേക്ക് വന്നിട്ട് ജോൺ സാറിനെ നോക്കുന്ന സമയത്താണെങ്കിൽ ജോൺ സാർ ക്യാബിനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫിനോട് അന്വേഷിക്കുമ്പോഴാണ് ആൾ ടോയ്ലറ്റിലാണെന്ന് മനസ്സിലാവുന്നത്. ഉടനെ തന്നെ ഫോണിൽ അർജൻറ്റ് കോൾ ആയതുകൊണ്ട് തന്നെ ടോയ്ലറ്റിൻ്റെ പുറത്ത് പോയി നിന്നിട്ട് ജോൺ സാറിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ജോൺ ആണെങ്കിൽ തിരിച്ചൊന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ട് രാജീവിന് എന്തോ പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നി. രാജീവ് ഇങ്ങനെ വിളിക്കുന്നത് കേട്ടിട്ട് ബാക്കിയുള്ള സ്റ്റാഫിനും ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി. അവർ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ഒരു സ്പെയർ കീ എടുത്തു കൊണ്ടുവന്ന് ടോയ്ലറ്റ് തുറന്നു നോക്കിയപ്പോഴാണ് ജോൺ സാറ് നിലത്ത് തലയടിച്ച് വീണ അവസ്ഥയിൽ കാണുന്നത്. രാജീവിനാണെങ്കിൽ ഇത് കണ്ട് ടെൻഷനായി ആളെ ഒന്ന് തൊട്ടു നോക്കിയപ്പോഴാണ് ആൾ മരിച്ചു പോയിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് അവിടെ അന്വേഷണത്തിനായി വരുന്നുമുണ്ട്. ഈ മരിച്ചുപോയ ജോൺ ആണെങ്കിൽ മന്ത്രിയുടെയൊക്കെ മെയിൻ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥനെയായിരുന്നു അവിടെ അന്വേഷണത്തിനായി വിട്ടത്. സന്ദീപ് എന്നായിരുന്നു ആളുടെ പേര്. പോലീസ് അവിടെ എത്തിയ ഉടനെ ജോണിൻ്റെ ബോഡി ആണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു കൊലപാതകമാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. കൂടാതെ കൂട്ടത്തിലുള്ള റഹീം എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് കാല് തെറ്റി തലയിടിച്ച് വീണ് മരിച്ചതായിരിക്കുമെന്ന്. എന്നാൽ സന്ദീപിനാണെങ്കിൽ അങ്ങനെ തോന്നുന്നില്ലായിരുന്നു. അവനിതിൽ എന്തൊക്കെയോ പന്തികേടുള്ളതായിട്ട് തോന്നി. അങ്ങനെ ജോണിൻ്റെ കുടുംബക്കാരെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ജോണിന് ഒരു അനിയൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്നത്. ഇവാൻ ജോൺ എന്നായിരുന്നു ആളുടെ പേര്. ആൾ കുറേ വർഷമായിട്ട് USA-ലാണ്. ഇവർ 2 പേരും നല്ല റിച്ചാണ്. അതുകൊണ്ട് തന്നെ പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അടികൂടേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ശേഷം ഈ ഐസക് ജോണിൻ്റെ പാർട്ട്ണറായ ജിപ്സനെ പറ്റിയായി ചർച്ച. ജിപ്സൺ ആണെങ്കിൽ ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ശേഷം ഇപ്പോൾ സന്ദീപ് ആണെങ്കിൽ അവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും വിളിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. ബോഡി ആദ്യം കണ്ടത് രാജീവ് ആയതുകൊണ്ട് തന്നെ രാജീവിനെ ആദ്യം വിളിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. ജിപ്സന്റെ കോള് വന്നതുകൊണ്ടാണ് രാജീവ് ജോൺ സാറിനെ വിളിക്കാനായി അങ്ങോട്ടേക്ക് പോയത്. ഈ രാജീവ് ആണെങ്കിൽ ജിപ്സന്റെ കൂടെ 3 വർഷത്തോളം ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ദീപിന് കുറച്ച് സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്.
ഈ മുഴുവൻ ബിസിനസ്സും കൈയടക്കാൻ വേണ്ടിയിട്ട് ജിപ്സണും രാജീവും കൂടി ചേർന്ന് നടത്തിയ കൊലപാതകമാണോ എന്നൊക്കെയാണ് ഇപ്പോൾ സന്ദീപ് ചിന്തിക്കുന്നത്. ശേഷം സന്ദീപ് ആണെങ്കിൽ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചുറ്റും നോക്കുമ്പോഴാണ് ഒരു സൈഡിൽ നിന്നും പുക പോകുന്നതായി കാണുന്നത്. എന്നിട്ട് സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് ഇന്നിവിടെ അടിച്ചുവാരി കത്തിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. എന്നാൽ സെക്യൂരിറ്റി ആണെങ്കിൽ ഇല്ല, അത് ഇന്നലത്തെ ഓഫീസിലെ വേസ്റ്റ് ആണെന്നും പറയുന്നുണ്ട്. ശേഷം സെക്യൂരിറ്റിയുടെ വൈഫായി സിന്ധു ചേച്ചിയെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. ജോൺ സാറിനെ പറ്റിയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ചേച്ചിക്കാണെങ്കിൽ ജോൺ സാറിനെ പറ്റി വളരെ നല്ല അഭിപ്രായമായിരുന്നു. ശേഷം സന്ദീപ് ആണെങ്കിൽ തിരിച്ച് ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ജോണിൻ്റെ ക്യാബിനിൽ ഇരുന്നിട്ട് അവരെയൊക്കെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ്. ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു വരുന്ന സമയത്താണ് നീന എന്ന പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും സ്ലീപ്പിംഗ് പിൽസ് കിട്ടുന്നത്. ഇതെവിടെ നിന്നാണ് വാങ്ങിയതെന്ന് അവളോട് ചോദിക്കുന്നു. അവളാണെങ്കിൽ മെഡിക്കൽ ഷോപ്പ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നാണെന്ന് പറയുന്നു. എന്നാൽ സന്ദീപ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെയാണ് വാങ്ങിയത് എന്ന് പറയുന്നു. ഇത്തരം ടാബ്ലറ്റ്സ് ഒക്കെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കുന്ന മെഡിക്കൽ ഷോപ്പ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സന്ദീപ് ആണെങ്കിൽ അവളുടെ വീടിൻ്റെ സ്ഥലം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുകയാണ്. പള്ളിമുക്കിലുള്ള മെഡിക്കൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം അടുത്തതായി ഫയാസ് എന്ന സ്റ്റാഫിനെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ജോൺ സാറിന് ഇവിടെ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫയാസ് ആണെങ്കിൽ ബിബീഷിൻ്റെ പേര് പറയുന്നു. ശേഷം സന്ദീപ് ആണെങ്കിൽ ബിബീഷിനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചിട്ട് കാര്യം ചോദിക്കുമ്പോൾ അത് വളരെ ചെറിയ കാര്യമായിരുന്നു. എന്നാൽ ബിബീഷ് ആണെങ്കിൽ നേരെ തിരിച്ച് ഫയാസിനെ കുറ്റം പറയുന്നുണ്ട്. ഫയാസിന് ജോൺ സാറുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു എന്നും ദേഷ്യം വന്നിട്ട് ജോൺ സാറിൻ്റെ വണ്ടിയിൽ ബബിൾക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ശേഷം അവരും അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതേ സമയത്താണ് ആ മീറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്ന അരവിന്ദ് ബാഗിൽ എന്തോ ഹൈഡ് ചെയ്യുന്നത് പോലീസുകാരൻ കണ്ടത്. പെട്ടെന്ന് തന്നെ അത് നോക്കാൻ വേണ്ടി പോയ സമയത്ത് അരവിന്ദ് അങ്ങനെ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പോലീസ് പിടിച്ച് ബാഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലാണെങ്കിൽ കഞ്ചാവിൻ്റെ കവറായിരുന്നു. അങ്ങനെ സംശയിക്കാൻ പറ്റുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായപ്പോഴാണ് ജോണിൻ്റെ പാർട്ട്ണറായ ജിപ്സൺ അങ്ങോട്ടേക്ക് വരുന്നത്. ശേഷം സന്ദീപ് ജിപ്സനെ ചോദ്യം ചെയ്യുകയാണ്. ജോൺ മരണപ്പെട്ടതുകൊണ്ട് ഇനി ബിസിനസ്സൊക്കെ എന്ത് ചെയ്യാനാണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ജിപ്സൻ്റെ കയ്യിൽ വളരെ വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു. ജോണിൻ്റെ സ്വത്തൊക്കെ ഇവാൻ്റെ പേരിലാണ്, ഇവാൻ്റെ പേരിൽ ഈ ബിസിനസ്സും എഗ്രിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ശേഷം ജിപ്സൻ്റെ ഫോണൊക്കെ ചെക്ക് ചെയ്ത് അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ജിപ്സനെ കാണുമ്പോൾ അത്യാവശ്യം ഒരു മാന്യനായ വ്യക്തിയായിട്ടാണ് തോന്നിയത്. ശേഷം സന്ദീപ് ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സിഗരറ്റ് വലിക്കുമ്പോഴാണ് അവിടെ പാർക്ക് ചെയ്ത കാറിൻ്റെ സൈഡിലായിട്ട് ഒരു ലോലിപോപ്പിൻ്റെ ചിത്രം വരച്ചു വെച്ചതായി കാണുന്നത്. ഇതേ സമയത്ത് സന്ദീപിന് എന്തോ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. സന്ദീപിൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ ഡോക്ടർ കുര്യാക്കോസിൻ്റെ വീട്ടിൽ പോയി വരുന്ന സമയത്ത് ആ വീട്ടിലുള്ള ഒരു ചെറിയ കുട്ടി സന്ദീപിൻ്റെ കാറിൽ ഇതേപോലൊരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ അത് ഓർത്ത് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നേരത്തെ മെഡിക്കൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി പറഞ്ഞ ഫ്രണ്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് വിളിച്ചിട്ട് നീന ടാബ്ലറ്റ് വാങ്ങിയ മെഡിക്കൽ ഷോപ്പിൻ്റെ പേരും പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത ഡോക്ടർ കുര്യാക്കോസ് ആണെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതോടെ നീന പറഞ്ഞത് കളവാണെന്ന് സന്ദീപിന് മനസ്സിലായി. കാരണം അവൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിയതാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ കണക്ട് ആയത് ഡോക്ടർ കുര്യയിലായതുകൊണ്ട് തന്നെ സന്ദീപിന് കുറേ സംശയങ്ങളൊക്കെ വന്നു. പെട്ടെന്ന് തന്നെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറിയിട്ട് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അത് ആരുടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ ആ വണ്ടി അരുണിൻ്റെ ആയിരുന്നു. അരുണിനോട് ആ വണ്ടിയിൽ ചെയ്ത ചിത്രപ്പണി ആരുടെ പണിയാണെന്ന് ചോദിക്കുമ്പോൾ അരുൺ പറയുന്നുണ്ട്, ഓ അതാണോ, അതെൻ്റെ മകള് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അത് കളവാണെന്ന് സന്ദീപിന് മനസ്സിലായി. ഈ എംപ്ലോയീസ് ഒക്കെ എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടെന്ന് സന്ദീപിന് തോന്നി. ഉടനെ തന്നെ അരുണിൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എന്തോ ഒരു ക്ലൂ കിട്ടിയ പോലെ സന്ദീപ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി കാറും എടുത്ത് നേരെ പോകുന്നത് ഡോക്ടർ കുര്യാക്കോസിൻ്റെ വീട്ടിലേക്കായിരുന്നു. വീട്ടിലേക്ക് കയറിയ ഉടനെ സന്ദീപ് അവിടെ ആ ചെറിയ കുട്ടി വരച്ചു വെച്ച ലോലിപോപ്പിൻ്റെ ചിത്രപ്പണി കാണുന്നുണ്ടായിരുന്നു. ഇതേസമയത്ത് ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് സന്ദീപിനോട് സംസാരിക്കുന്നുണ്ട്. സന്ദീപ് ആണെങ്കിൽ വീട്ടൊക്കെ എന്ന ഓഫീസിലെ എംപ്ലോയീസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം അവിടുത്തെ നീന എന്നൊരു കുട്ടി സാറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ സ്ലീപ്പിംഗ് പിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതേ സമയം ഡോക്ടർ ആണെങ്കിൽ കുറേ പേഷ്യൻസ് ഒക്കെ വരുന്നതല്ലേ, അവരൊക്കെ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ അന്വേഷിക്കേണ്ട കാര്യമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നു, ആകെ 15 പേർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ 13 പേരും ഒറ്റയ്ക്കും കൂട്ടായും സാറിനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഡോക്ടർ ഒന്ന് ഞെട്ടുന്നുണ്ട്. ശേഷം കഥയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അരുണിൻ്റെ ആണെന്ന് കരുതി സന്ദീപ് ചെക്ക് ചെയ്തത് അവിടുത്തെ വേറൊരു ലേഡി സ്റ്റാഫിൻ്റെ ഫോണായിരുന്നു. എന്നാൽ അതിൽ നിന്ന് എന്തോ ഒരു ക്ലൂ സന്ദീപിന് കിട്ടി. പെട്ടെന്ന് തന്നെ ബാക്കി എല്ലാ സ്റ്റാഫിൻ്റെയും ഫോൺ എടുത്ത് നോക്കി. അതിൽ ഗൂഗിൾ മാപ്പിൻ്റെ ടൈം ലൈനിൽ നോക്കിയപ്പോഴാണ് എല്ലാവരും ഈ ഡോക്ടർ കുര്യാക്കോസിനെ വിസിറ്റ് ചെയ്തതായി കാണുന്നത്. എല്ലാ സ്റ്റാഫും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡോക്ടറെ തന്നെ വിസിറ്റ് ചെയ്യണമെങ്കിൽ അതിലെന്തോ ദുരൂഹതയുണ്ടെന്ന് സന്ദീപിന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് കളവ് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും അവസാനം ഡോക്ടറിന് സത്യം പറയേണ്ടി വന്നു. വീട്ടേക്ക് എന്ന സ്ഥാപനം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അവിടുത്തെ സ്റ്റാഫിൻ്റെ കഥകൾ പറഞ്ഞു തുടങ്ങുകയാണ്.
എല്ലാവരെയും വളരെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു അവർക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. മീര എന്ന സ്റ്റാഫ് ആളെ കുറേ വർഷം കാത്തിരുന്നിട്ടാണ് പ്രഗ്നൻ്റ് ആവുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അവൾക്ക് വയറുവേദന വന്നിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവൾ ഡ്രഗ് യൂസ് ചെയ്തതായി കണ്ടത്. റേച്ചൽ എന്ന ഡോക്ടറായിരുന്നു കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇത്ര വർഷം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി ഇത്ര കെയർലെസ് ആയി പെരുമാറൂ എന്ന് കരുതി അവൾ അവളുടെ ഹസ്ബൻഡായ ഡോക്ടർ കുര്യാക്കോസിനോട് ഈ കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. എന്നാൽ കുര്യാക്കോസ് ആണെങ്കിൽ IT കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ വളരെ സാധാരണയാണെന്ന് പറയുന്നു. എന്നാൽ റേച്ചൽ ആണെങ്കിൽ മീരയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ആളൊരു നല്ല വ്യക്തിയാണ് എന്ന് പറയുന്നു. എന്നിട്ട് ഈ കേസ് നിങ്ങൾ ഏറ്റെടുക്കണമെന്നും പറയുന്നു. ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറാണെങ്കിൽ ഈ കേസ് ഏറ്റെടുത്തിട്ട് മീരയുടെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ടെസ്റ്റിന് വേണ്ടി അയച്ചു. റിസൾട്ട് വന്നപ്പോഴാണ് അവളുടെ ബ്ലഡിൽ എന്തോ ഒരു ഫോറിൻ കണ്ടൻറ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. എന്നാൽ അതെന്താണെന്ന് ഡോക്ടർക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റിയില്ല. ഡോക്ടറാണെങ്കിൽ നോർമൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി അങ്ങനെ പഠിക്കുന്ന സമയത്താണ് 2 ചെറുപ്പക്കാർ ഉറക്കക്കുറവും തലവേദനയായിട്ട് ഡോക്ടറെ കാണാനായി വരുന്നത്. അവരോട് സംസാരിച്ചപ്പോഴാണ് അവരും വീടെക് എന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലായത്. ഉടനെ തന്നെ അവരുടെയും ബ്ലഡ് സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അവരുടെ ബ്ലഡിലും ഈ സെയിം ഫോറിൻ കണ്ടൻറ് ഉണ്ടായിരുന്നു. ഡോക്ടറാണെങ്കിൽ ഉടനെ തന്നെ മീരയുടെ കാര്യം അവരോട് പറയുന്നു. നിങ്ങൾ 3 പേരുടെയും ബ്ലഡിൽ എങ്ങനെയാണ് ഈ സെയിം കണ്ടൻറ് വന്നതെന്ന് ചോദിക്കുന്നു. അവരെ 3 പേരെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഓഫീസായിരുന്നു. അതുകൊണ്ട് തന്നെ ഓഫീസിലെ വേറെ ആർക്കെങ്കിലും നിന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവരങ്ങനെ ഓർത്തെടുത്തിട്ട് പറയുന്നുണ്ട്, അരുൺ ചേട്ടന് ഈ അടുത്തായിട്ട് മുടി കൊഴിച്ചിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. ഫയാസിനാണെങ്കിൽ ഈ അടുത്താണ് കാഴ്ചക്കുറവ് കൂടിയിട്ട് ഗ്ലാസ് വെക്കാൻ തുടങ്ങിയത്. അങ്ങനെ പലർക്കും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഉടനെ തന്നെ ഡോക്ടർ പറയുന്നുണ്ട് അവരെയൊക്കെ കൂട്ടിയിട്ട് എന്തായാലും ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അങ്ങനെ ഇവർ 2 പേരും ബാക്കിയുള്ള സ്റ്റാഫിനെയൊക്കെ കൂട്ടിയിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നു. അപ്പോഴാണ് ഡോക്ടറിന് മനസ്സിലായത് പല സ്റ്റാഫിനും വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന്. നഖങ്ങൾ കൊഴിയുന്നു, ചെവിയുടെ കേൾവിശക്തി കുറയുന്നു, അങ്ങനെ വളരെ വിചിത്രമായ പല കാര്യങ്ങളും അവർക്ക് ചുറ്റും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ തന്നെ ഡോക്ടർ അവരുടെയൊക്കെ ബ്ലഡ് സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവരുടെയൊക്കെ ബ്ലഡിൽ ഈ സെയിം ഫോറിൻ കണ്ടന്റ് ഉണ്ടായിരുന്നു. ഡോക്ടർ അതിനെപ്പറ്റി പഠിക്കുന്ന സമയത്താണ് ഡോക്ടറിന് മനസ്സിലായത് DNA തന്നെ വ്യതിയാനം ചെയ്യിക്കാൻ പറ്റുന്ന കെമിക്കൽ കണ്ടന്റാണ് അതെന്ന്. അത് അവരോട് തുറന്നു പറയുകയും ചെയ്തു. അവർക്കാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഓഫീസിൽ നിന്നാണ് ഇത് വന്നതെന്ന് മനസ്സിലാക്കി അവരുടെ MD ആയ ഐസക് ജോണിനോട് കൂടി ഇത് പറയാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നാൽ ജോൺ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ വന്നിട്ട് പറയാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് ഡോക്ടറാണെങ്കിൽ അവരുടെ ഓഫീസിലെ ഡെയിലി റൂട്ടീൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് രാവിലെ കുടിക്കാനായി ചായയും കുക്കീസും കൂടാതെ വെള്ളവും സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത്. ഉടനെ തന്നെ അതിൻ്റെ സാമ്പിൾ എടുത്തു കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ സെബാസ്റ്റ്യനും ടീമും സാമ്പിൾ കളക്ട് ചെയ്ത് ഡോക്ടർക്ക് കൊടുക്കുന്നു. ഡോക്ടർ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്താണ് എന്തൊക്കെയോ സംശയങ്ങൾ വരുന്നത്. ഉടനെ തന്നെ സെബാസ്റ്റ്യനെ ഫോൺ വിളിച്ചിട്ട് ഈ കാര്യം നിങ്ങളുടെ MDയോട് ഇപ്പോൾ പറയണ്ട, പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം ഈ വീടെക് ഇൻ്റർനാഷണലിനെ പറ്റിയും ഐസക് ജോണിനെ പറ്റിയും സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു ഫേമസ് ആയിട്ടുള്ള V-Pharma എന്ന കമ്പനിയുടെ ഫൗണ്ടർ കൂടി ഐസക് ജോൺ ആണെന്ന് മനസ്സിലാക്കുന്നത്. V-Pharmയുടെ ലൈസൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഐസക് ജോണിൻ്റെ അനിയനായ ഇവാൻ ജോണിൻ്റെ പേരിലായിരുന്നു. V-Pharma ഡോക്ടർമാരുടെ ഇടയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മെഡിസിൻസ് ആയിരുന്നു അവർ പുറത്ത് സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന തട്ടിപ്പൊക്കെ ഡോക്ടർമാർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് സെബാസ്റ്റ്യനെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ജോണിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് കുറച്ച് ഫയൽസ് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. സെബാസ്റ്റ്യനും ടീമും പെട്ടെന്ന് തന്നെ അത് കളക്ട് ചെയ്തിട്ട് ഡോക്ടറെ ഏൽപ്പിക്കുന്നു. അതിൽ നോക്കുന്ന സമയത്ത് അവർ പഞ്ച് ചെയ്യുന്ന മെഷീൻ്റെ ബ്ലൂ പ്രിൻ്റ് വരെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഡോക്ടർ അത് അജ്മൽ എന്നൊരാൾക്ക് ടെസ്റ്റിന് വേണ്ടി അയച്ചു കൊടുത്തു. അയാളാണെങ്കിൽ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്നാൽ ആ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് ഡോക്ടർ വളരെ ഷോക്കായത്. HMV എന്നൊരു റെഡ് വൈറസ്, അതിൻ്റെ ആൻറ്റിഡോട്ടാണ് അവർക്ക് ചായയിലൂടെയും വെള്ളത്തിലൂടെയും കൊടുത്തിരുന്നതെന്ന് ഡോക്ടർ മനസ്സിലാക്കി. ഈ ആൻറ്റിഡോട്ടിലൂടെ അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഓഫീസിൽ തന്നെ DNA എക്സ്ട്രാക്ഷൻ ചെയ്യുന്ന ഒരു പഞ്ചിങ് മെഷീൻ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഈ ജോണും സംഘവും അവരിൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. അവർ പോലും അറിയാതെ വരാനിരിക്കുന്ന വൈറസിൻ്റെ ആൻറ്റിഡോട്ട് അവരുടെ ബോഡിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. അതുമാത്രമല്ല അവരിൽ ടെസ്റ്റ് ചെയ്തതാണെങ്കിൽ ബ്ലാക്ക് മെഡിസിൻ ആയിരുന്നു. അതായത് ഈ വൈറസിൻ്റെ ഫിൽട്ടർ ചെയ്യാത്ത ആദ്യഘട്ടം. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് മാറ്റാനും വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയ ആ എംപ്ലോയീസ് ആണെങ്കിൽ മാനസികമായും ശാരീരികമായും ആകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു.
മരണം വരെ ഈ വേദനകളൊക്കെ അവരെ വേട്ടയാടുമെന്ന് മനസ്സിലാക്കി അവരാണെങ്കിൽ ജോണിനോട് പകരം വീട്ടാൻ വേണ്ടി തീരുമാനിച്ചു. നിയമപരമായി നേരിടാമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും അവർക്ക് നമ്മുടെ നിയമത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ജോണിനെ കൊല്ലാനായി പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ ഇതൊക്കെ കേട്ട സന്ദീപ് ആണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അവൻ ഇങ്ങനൊരു കേസ് ആദ്യമായിട്ടായിരുന്നു ഡീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതേ സമയത്ത് ഡോക്ടർ ആണെങ്കിൽ സന്ദീപിനോട് പറയുന്നുണ്ട്, നിയമത്തിന്റെ മുന്നിൽ അവർ കുറ്റവാളികളാണ്, എന്നാലും മനസാക്ഷി എന്നൊന്നില്ലേ? ഇത്രയും ദ്രോഹിക്കപ്പെട്ട അവരുടെ ജീവിതം പിന്നെയും നശിപ്പിക്കണോ, അതോ ഇനി ഇതുപോലെ ക്രൂരതകൾ ചെയ്യാൻ നിൽക്കുന്ന വി ഫാർമയുടെ പുറകെ പോകണോ? ഇത് കേട്ട സന്ദീപ് ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങിയിട്ട് നേരെ വീടെക് ഇന്റർനാഷണലിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയ ഉടനെ സന്ദീപ് ആണെങ്കിൽ എല്ലാ എംപ്ലോയീസിനെയും വളരെ സഹതാപത്തോടെ നോക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവരോട് അവിടെ നിന്നും പോയിക്കോ എന്ന് പറയുന്നു. അവരവിടെ സേഫായി. എന്നാൽ അവർ എങ്ങനെയാണ് ജോണിനെ കൊലപ്പെടുത്തിയത് എന്നറിയാൻ സന്ദീപിന് ആകാംക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സന്ദീപ് അതിങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് സന്ദീപിനെ എങ്ങനെയാണ് അവർ കൊലപ്പെടുത്തിയെന്നുള്ള പ്ലാന് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റുന്നത്. ശേഷം അവർ എങ്ങനെയാണ് ജോണിനെ കൊന്നതെന്ന് കാണിക്കുന്നുണ്ട്. ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമുള്ള ആളായിരുന്നു ഈ ജോൺ. അതിനായി ടാബ്ലറ്റും കഴിക്കാറുണ്ട്. ഇത് മനസ്സിലാക്കിയ സെബാസ്റ്റ്യനും ടീമും എല്ലാവരെയും കൂടി വിളിച്ച് കൊല്ലാനുള്ളൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അവർക്ക് അടുത്തിടെ ഓഫീസിലെ സെർവർ റൂമിൽ ഫയർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ എങ്ങനെയെങ്കിലും തീപിടുത്തമുണ്ടായാൽ 30 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു അലാറം അടിക്കുമെന്നും അത് പുറത്തേക്ക് പോകാനുള്ള സമയമാണ്, അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ഓഫീസിൽ പമ്പ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കടന്നാൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് തീ അണയും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ ഒരളവിൽ കൂടുതൽ ശ്വസിച്ചു കഴിഞ്ഞാൽ ഏതൊരാളായാലും മരിക്കും. ശ്വാസം മുട്ടലുള്ള ആളാണെങ്കിൽ അത് പെട്ടെന്ന് കഴിയും. ഏതൊരാൾ മരിച്ചാലും ബോഡിയിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്താലും ഒന്നും കണ്ടുപിടിക്കാനാവില്ല. വളരെ സേഫ് ആയിട്ടുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ മുന്നോട്ട് പോകാൻ അവർ ഉറപ്പിച്ചു. അങ്ങനെ ഓരോ എംപ്ലോയീസിനും ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നു. തുടക്കത്തിൽ തന്നെ സെക്യൂരിറ്റി ആയ സത്യൻ ഗാർഡിൻ്റെ പൈപ്പ് വണ്ടി കയറി പൊട്ടിപ്പോയെന്ന് പറഞ്ഞിട്ട് ആ പഴയ പൈപ്പ് അവിടെ ഗ്രില്ലിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് പുതിയ പൈപ്പ് വാങ്ങി ആ ബില്ല് മേരി ഏൽപ്പിക്കുന്നു. ഇതേസമയം രാവിലെ ഓഫീസിലേക്ക് വരുന്ന സെബാസ്റ്റ്യൻ ആണെങ്കിൽ കാറ് കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോറേജിൻ്റെ അവിടെ പാർക്ക് ചെയ്യുന്നു. ലേറ്റായിട്ട് വന്ന വിബീഷ് ആണെങ്കിൽ കാറിന് മുകളിലൂടെ അവിടേക്ക് പോയിട്ട് അവൻ്റെ കയ്യിലുള്ള ഒരു ബലൂൺ കീറി സെക്യൂരിറ്റി വെച്ച പൈപ്പ് എടുത്തിട്ട് ബാത്റൂമിലേക്കുള്ള ഓപ്പൺ പൈപ്പിലേക്ക് ഘടിപ്പിക്കുന്നു. രാജീവിന് ഇവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അരവിന്ദുമായി ഒരു ഫസ്റ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് നൈസായിട്ട് അവനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നത്. ഇതൊക്കെ കഴിയുന്നത് വരെ രാജീവിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ഫയാസിനെ കൂടി മീറ്റിങ്ങിനായി പറഞ്ഞു വിട്ടത്. ശേഷം സിന്ധു ചേച്ചി ചായ കൊണ്ടുവരുന്ന സമയത്ത് സെബാസ്റ്റ്യനും ആൽബർട്ടും നീനും കൂടി ചായ കുടിക്കാനായി പുറത്തേക്ക് പോകുന്നുണ്ട്. അടുത്തതായി ജോണിനെ ബാത്റൂമിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. സിന്ധു ചേച്ചി ആണെങ്കിൽ ജോണിൻ്റെ റൂമിലെ കോഫി മെഷീനിൽ കോഫി പൗഡർ ഇടുന്ന സമയത്ത് കോഫി മെഷീൻ്റെ നോസ് അടച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കോഫി ഓൺ ചെയ്യുമ്പോൾ ഡ്രസ്സിലേക്ക് കോഫി തെറിച്ചിട്ട് ജോൺ അത് കഴുകി കളയാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോകുമായിരുന്നു. ഇതേസമയം രാവിലെ ഓഫീസിലെത്തിയ നീനയാണെങ്കിൽ വിരൽപ്പാടുകളൊന്നും വരുത്താതെ തന്നെ ഡോർ ലോക്ക് അകത്തു നിന്ന് ഞെക്കിവിട്ട ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറിയ ജോൺ ഡോർ തുറന്നപ്പോൾ തന്നെ ടിഷ്യൂ പേപ്പർ വീണ് ഡോർ ലോക്കാകുകയും ചെയ്തു. ലോക്ക് ആയതുകൊണ്ട് തന്നെ ജോൺ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനായി തുറക്കാൻ നോക്കുമ്പോൾ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അതിനുള്ള പ്ലാൻ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സത്യൻ്റെ കയ്യിലുള്ള ബാത്റൂം കീയുടെ ഒരു സ്പെയർ അരുണാണെങ്കിൽ സ്ലൈഡിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജോൺ ആണെങ്കിൽ ബാത്റൂമിൽ കയറിയ ഉടനെ 2 പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് വെള്ളം കുടിക്കാനായി പോയ സമയത്ത് ആ കീ ലോക്കിൽ വെക്കുന്നു. ജോൺ തുറക്കാൻ നോക്കുമ്പോൾ തന്നെ ഡോറ് ജാം ആവുകയും ചെയ്യുന്നുണ്ട്. ഇതേസമയം എക്സോസ്റ്റർ ഓൺ ചെയ്യുന്നുണ്ട്. ശേഷം പുറത്തേക്ക് ചായ കുടിക്കാൻ പോയ സെബാസ്റ്റ്യനും ടീമും ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാൽവ് അഴിച്ച് അതിലേക്ക് ബിബീഷ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർഡൻ്റെ പൈപ്പ് കണക്ട് ചെയ്യുന്നു. ഇതൊക്കെ കണക്ട് ചെയ്ത് വെച്ചത് പുറത്തു നിന്നും ആരും കാണാതിരിക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ പുക ഉണ്ടാക്കാനായിട്ട് ഡോണയാണെങ്കിൽ മാക്സിമം സ്നാക്സ് കഴിച്ചു ബാസ്ക്കറ്റ് നിറച്ചതും സിന്ധു ചേച്ചി ആണെങ്കിൽ അതെടുത്ത് പുറത്തു പോയി കത്തിച്ചതും. ജോണിൻ്റെ നിലവിളി പുറത്ത് കേൾക്കാതിരിക്കാനായിരുന്നു സിന്ധു ചേച്ചി അതേ സമയത്ത് വാക്വം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഉറപ്പായ സെബാസ്റ്റ്യൻ ആണെങ്കിൽ പോയിട്ടെല്ലാം ഡിസ്കണക്ട് ചെയ്യുന്നുമുണ്ട്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ അവർ വിചാരിച്ച രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നടന്നു. 5 മിനിറ്റ് കൊണ്ട് തന്നെ ജോൺ ആണെങ്കിൽ ഉള്ളിൽ ശ്വാസം കിട്ടാതെ മരിച്ചു വീഴുകയും ചെയ്തു. എപ്പോഴും പരസ്പരം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ബിബീഷും ഫയാസും സന്ദീപ് ചോദ്യം ചെയ്യുന്ന സമയത്ത് പരസ്പരം കുറ്റപ്പെടുത്തിയിരുന്നത്. അതേപോലെ ഡോക്ടറിന്റെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സ്ലീപ്പിംഗ് പിൽസ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിയതാണെന്ന് അവൾ പറഞ്ഞത്. ശേഷം വീണ്ടും സന്ദീപിനെ കാണിക്കുകയാണ്. സന്ദീപ് ആണെങ്കിൽ ഇപ്പോൾ ജോൺ ശ്വാസസംബന്ധമായ കാരണത്താൽ മരണപ്പെട്ടതാണെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. മേലുദ്യോഗസ്ഥനൊക്കെ അവനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും സന്ദീപിന്റെ മനസ്സിലാണെങ്കിൽ മൊത്തം ഇപ്പോൾ വി ഫാർമയും ആ വമ്പൻ ടീമിനെ പിടിക്കുക എന്നുള്ള ടാർഗറ്റ് മാത്രമായിരുന്നു. ഇതേ സമയത്താണ് ഡോക്ടർ കുര്യാക്കോസ് സന്ദീപിനെ വിളിച്ചിട്ട് വി ഫാർമയുടെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. സന്ദീപ് ആണെങ്കിൽ ഉടനെ തന്നെ എല്ലാം സെറ്റാക്കി ബൈക്കും എടുത്ത് ആ അഡ്രസ്സ് ഫോളോ ചെയ്തു പോകുന്നു.
അപ്പോഴാണ് കാടിൻ്റെ നടുവിലെത്തിയപ്പോൾ ഈ വി ഫാർമയുടെ ഒരു കൂറ്റൻ കെട്ടിടം അവൻ കാണുന്നത്. ഉടനെ തന്നെ ഒരു ഡ്രോൺ പറത്തിവിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന സമയത്താണ് ഒരു വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത്. അത് വി ഫാർമയിലേക്കാണെന്ന് മനസ്സിലാക്കി സന്ദീപാണെങ്കിൽ ഓടി വണ്ടിയിലേക്ക് ചാടിക്കയറി അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ശേഷം സീൻ മാറി വിടെക് ഇൻ്റർനാഷണൽ കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഈ പഴയ എംപ്ലോയീസ് തന്നെയുണ്ട്. അങ്ങോട്ടേക്കാണെങ്കിൽ പുതിയ MD ആയിട്ട് ജിബ്സൺ വരുന്നു. ഇത് കണ്ട് സ്റ്റാഫൊക്കെ കടുത്ത ദേഷ്യത്തോടെ അയാളെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. ഇവിടെ കഥ അവസാനിക്കുന്നു. എല്ലാവരും തീർച്ചയായും കാണേണ്ട ഒരു മൂവി തന്നെയാണിത്. കഥയുടെ ഒരു വലിയ ഭാഗം തന്നെ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല കഥകൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.